கண்ணா கோடி காலெல்லாம் மையத்தே பல நமனம் வரணும் ஓடிவா ஓடிவா கண்ணா கோடி காலெல்லாம் மையத்தே பல நமனம் வரணும் ஓடிவா ஓடிவா கண்ணா கோடி காலெல்லாம் மையத்தே பல सर्वत्र गोविन्दनाम संकीर्तनं गोविन्द धूतैर्महद्भिरीमा पुरोविभुः निर्माय शेते रामोषुपूषः भुङ्क्ते गुणान् षोडश षोडशात्मकः सोलङ्कृषिष्ट भगवान् वचांसि मे हयग्रीव हयग्रीव हयग्रीवेति यो वदेत् तस्य निस्सरते वाणी जह्नुकन्या प्रवाहवत् योऽन्तः प्रविश्य ममवाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादि प्राणान्नमो भगवते पुरुषाय तुभ्यम् इन्दुकुन्दतुषाराभा भक्तचित्तानुवर्तिनी वाणी मे रसनारङ्गे करोतु नटनं सदा प्रेमप्रदाने च विचक्षणाभ्याम् अनन्यभक्तेरभिवन्दिताभ्यां मदीयचित्तासनशोभिताभ्यां नमो नमः प्रेमिकपादुकाभ्यां स्वसुखनिभृतचेताः तद्विदस्तान्यभावोऽपि
अजितरुचिरलीलाकृष्टसारस्तदीयं यतनुतकृपयायः तत्त्वदीपं पुराणं तम् अखिलवृजिनग्नं व्याससोमं नतोऽस्मि. ഇപ്പോഴത്തെ ചൊവ്വാഴ്ച അമ്മയെ നമസ്കരിക്കാം. മാതർമേ മധുപേണ്ഡഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवधे हे चण्डमुण्डाग्निने निःशेषीकृतरक्तबीजतनुजे नित्ये निशुम्भावगे शुम्भध्वंसिनि संहरासुरितं दुर्गे नमस्तेऽम्बिके. अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण. 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 अम्मे नारायण देवी नारायण लक्ष्मी नारायण. अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण. अम्मे नारायण देवी नारायण लक्ष्मी नारायण. अम्मे नारायणी देवी नारायणी लक्ष्मी नारायणी भद्रे नारायणी. अम्मे नारायणी देवी नारायणी लक्ष्मी नारायणी भद्रे नारायणी. मेधे सरस्वती वरे भूतिपाभ्रवितामसि नियते त्वं प्रसीदेषु नारायणी नमोस्तुते. सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द. ഭാഗവതത്തിൻ്റെ അഞ്ചാമത്തെ സ്കന്ധം. ഈ അഞ്ചാമത്തെ സ്കന്ധത്തിൽ വലിയ വലിയ മഹാത്മാക്കളുടെ ചരിത്രം, ജ്ഞാനികളുടെ ചരിത്രമാണ്. ഒരു കുടുംബത്തിൽ ഒരു ജ്ഞാനി ജനിച്ചാൽ മതി, അല്ലെങ്കിൽ നല്ല ഒരു ഭക്തൻ ഉണ്ടായാൽ മതി. വിസൃജ്യ ലജ്ജാം യോധീകേ മന്നാമാനി നിരന്തരം കുലകോട്ടി സമായുക്ത ലഭത്തെ മാമകം പദം എന്നാണ് ഭഗവാൻ പറയുന്നത്. ലജ്ജ വിട്ട് ആറണ ഉറക്ക ഭഗവാന്റെ നാമം ജപിച്ച് നടക്കുന്നുവോ എപ്പോഴും മന്നാമാനി നിരന്തരം ശ്വാസം വരുന്നത് പോലെയാണ് രാമ 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 രാമ. അങ്ങനെ നാമം ജപിക്കുന്നവർ കുടുംബത്തിൽ ഒരാൾ ഉണ്ടായാൽ മതി. അവരുടെ കുടുംബത്തിൽ എല്ലാവർക്കും സദ്ഗതി കിട്ടും. അതുപോലെ എല്ലാ ദിക്കിലും ഭഗവാനെ കാണുന്ന നല്ല മഹാത്മാക്കൾ ഒരു കുടുംബത്തിൽ ഉണ്ടായാൽ മതി. ഇവിടെ പ്രിയവ്രതൻ ഒരു ജ്ഞാനിയാണ്. അതേപോലെ ഋഷഭദേവ മഹാജ്ഞാനിയാണ്. ഋഷഭദേവൻ ഒരു ജഡഭരതൻ മഹാജ്ഞാനിയാണ്. പിന്നെ ഇടയിൽ നാഭി മഹാരാജാവ് ഒരു കർമ്മയോഗി. അതേപോലെ ഗയൻ ഭഗവാന്റെ അവതാരമായിട്ട് വന്ന മഹാത്മാക്കൾ, പിന്നെ പല മഹാത്മാക്കൾ അവതാരം ചെയ്ത ഒരു നല്ല പരമ്പരയാണ് പ്രിയവ്രതൻ്റെ പരമ്പര. പ്രിയവ്രതൻ്റെ ചരിത്രം നമ്മൾ ഇന്നലെ കേട്ടു. മഹാത്മാക്കൾ എപ്പോഴും എന്തെങ്കിലും സത്കാര്യം ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രിയവ്രതൻ വിചാരിച്ചു, രാത്രി എല്ലാം ഉറങ്ങി സമയം വെറുതെ കളയുന്നുണ്ടല്ലോ വിചാരിച്ചു. എന്താ കാരണം? ഇരുട്ടാണ് കാരണം. പണ്ട് ഈ വൈദ്യുതി ശക്തി ഉണ്ടായിട്ടില്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, നമുക്ക് ഒരു സൂര്യനെ തന്നെ ഉണ്ടാക്കാം. സൂര്യരഥം പോലെ വേറൊരു സൂര്യരഥം ഉണ്ടാക്കി അദ്ദേഹം. അങ്ങനെ ഉണ്ടാക്കി അദ്ദേഹം രഥമുണ്ടാക്കിയപ്പോൾ ആ രഥത്തിൻ്റെ ചക്രം കൊണ്ട് ഈ ഭൂമി തന്നെ 7 കഷ്ണങ്ങളായി മാറി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് 7 ദ്വീപങ്ങളും 7 കടലുമായി മാറി എന്നിവിടെ പറയുന്നു. അപ്പോഴാണ് ബ്രഹ്മാവ് പറഞ്ഞത്, രാത്രി ഭഗവാൻ ഭക്തന്മാർക്ക് കൊടുത്തതാണ്. എന്താ കാരണം? പകൽ മുഴുവനും നല്ല ഉഴയ്ക്കണമെങ്കിൽ രാത്രി ഊർജം വേണ്ടേ? ബാറ്ററി ചാർജ് ചെയ്യുന്ന ശേഷം നമ്മൾ ചെയ്യും, കുത്തിവയ്ക്കില്ലേ?
അതുപോലെ രാത്രി നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങിയാൽ നല്ല ബാറ്ററി ചാർജ് കയറും. ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഭാഗവതം വായിക്കാം, ഇല്ലെങ്കിൽ അവിടെ പാചകത്തിൽ സഹായം ചെയ്യാം. നമുക്കൊരു ശക്തി കിട്ടണമെങ്കിൽ രാത്രി ഉറങ്ങിയാലേ പറ്റുള്ളൂ. ഉറക്കമില്ലെങ്കിൽ പിന്നെ ഭ്രാന്തരായി തീരും. ഒരാഴ്ച ഉറക്കം വന്നില്ലെങ്കിൽ ഉറക്ക ഗുളിക കഴിച്ചിട്ടെങ്കിലും ഉറങ്ങണം. കാരണം ഈ ഭ്രാന്തന്മാർക്ക് ഉറക്ക ഗുളികയാണ് കൂടുതൽ ഗുളിക്കാറുള്ളത്. കാരണം ഉറക്കമില്ലാതായാൽ ഭ്രാന്തരായി തീരും. ഉറക്ക ഗുളിക കഴിച്ചിട്ടും ഉറക്കം വരാത്തവർ എന്ത് ചെയ്യും? ഇവിടെ സപ്താഹവേദിയിൽ ഇരുന്നാൽ മതി, സുഖമായിട്ട് ഉറക്കം ഉണ്ടാകും. നല്ല വിഷയങ്ങൾ കേൾക്കുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാം. ധാരാളം പറഞ്ഞു വന്ന കാര്യം, പ്രിയവ്രതനോട് രാത്രി ഇരുന്നോട്ടെ, അത് മാറ്റേണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ചെറിയ പറഞ്ഞ് സ്വീകരിച്ചു. ആ പ്രിയവ്രതൻ്റെ ജ്യേഷ്ഠപുത്രനാണ് ആഗ്നീധ്രൻ. അയാൾ തപസ് ചെയ്യാൻ പോയി. തപസ് ചെയ്യാൻ പോയപ്പോൾ ദേവന്മാർക്ക് ബ്രഹ്മാവോട് പറഞ്ഞു, അച്ഛനെ പോലെ മഹണം തപസ്സിന് പുറപ്പെട്ടിട്ടുണ്ട്. ബ്രഹ്മാവ് നോക്കി, ഇയാൾ ഒറ്റയ്ക്കാണ് പോയിരിക്കുന്നത്. തപസ് ചെയ്യാൻ പോകുമ്പോൾ കുഴപ്പമില്ല, ഒരു നല്ല കാര്യത്തിന് പുറപ്പെടുമ്പോൾ ഒരു ഗുരുനാഥൻ നമസ്കരിച്ചിട്ട് വേണം. ഗുരുനാഥനെ നമിക്കാതെ ഗുരു ഇല്ലാതെ പോയാൽ ആ കാര്യം ശരിയാവില്ല. പ്രിയവ്രതൻ തപസ് ചെയ്യാൻ പുറപ്പെടുന്ന സമയത്ത് നാരദനെ ആശ്രയിച്ചു. നാരദസ്യ ചരണോപസേവയാ. അതുകൊണ്ടാണ് ബ്രഹ്മാവ് നേരിട്ട് വന്ന് ഉപദേശിക്കുന്നത്. ആഗ്നേയത്തിന് ഒരു ഗുരു ഇല്ലാതെ പോയി. ഗുരു ഇല്ലാതെ പോകുമ്പോൾ എന്ത് ചെയ്തു? ഭഗവാൻ ബ്രഹ്മാവ് പൂർവ്വചിത്തിയെ പറഞ്ഞു വിട്ടു. തൻ്റെ മുന്നിൽ നൃത്തം വയ്ക്കുന്ന ഒരു സ്ത്രീയെ പറഞ്ഞു വിട്ടു. പൂർവ്വചിത്തി പറഞ്ഞാൽ അർത്ഥം പൂർവ്വചിത്തം എന്നർത്ഥം. നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ പൂർവ്വജന്മ വാസനകൾ, അതാണ് പൂർവ്വചിത്തിയായിട്ട് മുമ്പിൽ കൊണ്ട് നൃത്തമാണ്. സത്കാര്യം ധ്യാനം ചെയ്യാൻ പുറപ്പെടുമ്പോൾ പല വിഷയവാസനകൾ പൊന്തി വരുന്നുണ്ടല്ലോ, അതാണ് പൂർവ്വചിത്തി. ആ വിഷയവാസനകൾ പൊന്തുന്ന സമയത്ത് ഗുരുകൃപ ഉണ്ടെങ്കിൽ അത് നേരാവും. ആ വിഷയവാസനകൾ നീക്കി അനുഗ്രഹിക്കും ഗുരുനാഥൻ. ഗുരു ഇല്ലാതെ പോയപ്പോഴാണ് ഈ ആഗ്നീതൻ പൂർവ്വചിത്തിയുടെ ഡാൻസ് നോക്കി മയങ്ങി പൂർവ്വചിത്തിയെ വിവാഹം കഴിച്ചു. പൂർവ്വചിത്തിക്കും ആഗ്നീതനും 9 കുട്ടികൾ, 9 മക്കളുണ്ടായി. തൻ്റെ ജംബൂദ്വീപം 9 മക്കൾക്ക് 9 വർഷങ്ങളാക്കി വീതിച്ചു കൊടുത്ത് അദ്ദേഹം തപസ് ചെയ്ത് വീണ്ടും പൂർവ്വചിത്തി ലോകം തന്നെ ചെന്നു. ഈ കുടുംബത്തിൽ ഒരാൾ മാത്രമേ സ്വർഗം വരെ ചെന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം നല്ല ഉയർന്ന ലോകത്തിലേക്ക് ചെന്നു. പിന്നെ നാഭി മഹാരാജാവാണ് ഈ നമ്മുടെ ഭാരതത്തിൻ്റെ രാജാവ്. നാഭി മഹാരാജാവ് പുത്രകാമേഷ്ടി യാഗം ചെയ്തു. സാധാരണ യാഗം ചെയ്യുന്ന സ്ഥലത്ത് ഭഗവാൻ വരാറില്ല. കാരണം ഭഗവാനെ വിളിച്ചാലേ ഭഗവാൻ വരുള്ളൂ. യാഗത്തിൻ്റെ ഫലം മാത്രമേ കൊടുക്കുള്ളൂ. ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്, നാഹം വേദേഹി നപത ന തപസ ന ദാനേന ന യജ്ഞയാ. ഏത് സത്കർമ്മം ചെയ്താലും അതിൻ്റെ ഫലം മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ, ഞാൻ നേരിട്ട് വരാറില്ലേ. പക്ഷേ ഇവിടെ വരുന്നു ഭഗവാൻ. സാധാരണ തപസ് ചെയ്യുന്ന സ്ഥലത്ത് ഭഗവാൻ വരാറില്ലേ. തപസ്സിൻ്റെ ഫലം കൊടുക്കും ബ്രഹ്മാവിനെ കൊണ്ട്. അതേപോലെ വ്രതം ചെയ്യുന്ന സ്ഥലത്ത് വ്രതം ചെയ്യുന്നവർക്ക് ഫലം കൊടുക്കും, ഭഗവാൻ നേരിട്ട് വരാറില്ല. അതേപോലെ യാഗം ചെയ്യുന്ന സ്ഥലത്ത് ഭഗവാൻ നേരിട്ട് വരാറില്ല, ഫലം മാത്രമേ കൊടുക്കുള്ളൂ. ഇവിടെ വരാൻ എന്താ കാരണം? ഇതേ ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്, യജ്ഞദാന തപകർമ്മ നത്യാജ്യം കാര്യമേവതത്. യജ്ഞം ദാനം തപസ്സൊക്കെ അവശ്യം ചെയ്യണം, അത് ഉപേക്ഷിക്കാൻ പാടില്ല. ഇത് പറഞ്ഞ ഭഗവാൻ ഇതൊക്കെ ചെയ്താൽ ഞാൻ വരുന്നില്ല കൂടി പറയുന്നു. എന്താ ഇതിൻ്റെ താത്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, അഹങ്കാരത്തോട് ഈ യജ്ഞദാന തപകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാൻ വരാറില്ല, ഭക്തിയോട് ചെയ്യുമ്പോൾ ഭഗവാൻ വരും. അതുകൊണ്ടാണ് ഹിരണ്യകശുവിൻ്റെ തപസ്സിന് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലേ. ധ്രുവൻ ചെയ്യുന്ന തപസ്സിന് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. സാധാരണ വ്രതം ചെയ്യുന്ന സ്ഥലത്ത് ഭഗവാൻ വരാറില്ലേ, അംബരീഷൻ വ്രതം ചെയ്യുമ്പോൾ ഭഗവാൻ വന്നു. അതേപോലെ ഇവിടെ നാഭി മഹാരാജാവിൻ്റെ യജ്ഞശാലയിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അധഗതം ആവിഷ്കൃത ഭുജയുകുലദ്വിജം ഹിരണ്മയം പുരുഷവിശേഷം കവിശകൗശേയാംബരധരം
പുരസി വിലസത് ശ്രീവത്സരനാമം ധരവര വനരുഹ വനമാലാച്ചൂര്യമൃതമണിഗതാദിഭിരുപലക്ഷിതം സ്ഫുടകിരണ പ്രവര മുകുടകുണ്ടല കടക കടിസൂത്രഹാര ജൈയൂരണൂപുരാദ്യംഗഭൂഷണ വിഭൂഷിതം മൃത്യുത് സദസ്യ ഗൃഹപതയോധനായുവ ഉത്തമദന ഉപലഭ്യ സബഹുമാനമർഹണേന അവനത ശീർഷാണ ഉപതസ്സുഃ. അതഹതം ആവിഷ്കൃത ഭുജൈകളത്തിൽ 2 കൈയായിട്ട് ഭഗവാൻ വന്നു. അങ്ങനെ പറഞ്ഞു പോയി അറിയാത്ത ശുകാചാര്യൻ. ആവിഷ്കൃത ഭുജൈകളും, കാരണം 2 കൈ ഉണ്ണിക്കരണ കൃഷ്ണൻ വേണുഗോപാലനെ ധ്യാനിച്ചിരിക്കുന്ന ശുകാചാര്യൻ 2 കൈ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നു, അവിടെ 4 കൈയിലല്ലേ ഭഗവാൻ വന്നു. അപ്പോൾ ആവിഷ്കൃത ഭുജൈകള ദ്വയം എന്നുകൂടി 2 കൈ കൂടെ 2 കൂടി ചേർത്തോളൂ എന്ന് പറയുന്നു. ഭഗവാൻ വന്നപ്പോൾ എല്ലാ ഋത്വിക്കുകളും യാഗം ചെയ്യുന്ന മഹാത്മാക്കളൊക്കെ അവിടെ ചെന്ന് ഭഗവാനെ സ്തുതിക്കുന്നു. അർഹസിമുഖമാർഗണമസ്മാകമനുപസാനാം നമോ നമഃ ഗംഭീര സ്തുതി ചെയ്യുന്നു. ഭഗവാനെ എൻ്റെ പാദത്തിൽ ഒരു തുളസി സമർപ്പിച്ചാൽ മതി. അവർക്ക് അപവർഗം തന്നെ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അപവർഗം പറഞ്ഞാൽ എന്താ അർത്ഥം? പവർഗം ഇല്ലാത്ത സ്ഥലം. പവർഗം പറഞ്ഞാൽ എന്താണ്? പ ഭ ബ ഭ മ, ഇതാണ് പവർഗം. കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം പറയാറുണ്ടല്ലോ. പവർഗം എന്നാൽ പാപാണിച്ച ഫലാകാംക്ഷ ബന്ധോ ഭയമസൗഖ്യതം മാലിന്യം എത്ര നൈവാസ്തി സോപവർഗ പ്രകീർത്തിത. പാപാണിച്ച പാപ, പിന്നെ പാപത്തിൻ്റെ ഫലം ദുഃഖം, ഭ ബ ബന്ധം, ഭ ഭയം, മ മാലിന്യം. ഈ 5 ഇല്ലാത്ത സ്ഥലമാണ് അപവർഗം. അപവർഗാഖ്യമുപകൽപ്പയിഷ്യന് സ്വയം നാമത്തേവ ഇതരവതിരോപലക്ഷിതഃ തുലസ്യാ ദുർവാങ്കുരേരവി സംഭൃതിയാ സപർയാഞ്ചല പരമപരിതുഷ്യസി. ഒരു തുളസി, ഒരു കറുകപ്പുള്ള ഭഗവാന്റെ പാദത്തിൽ വെച്ചാൽ മതി. ഭഗവാൻ ഈ അപവർഗം തന്നെ കൊടുക്കാൻ തയ്യാറാണ്. ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു, എപ്പോഴും നിങ്ങളുടെ നാവിൽ നാമം ജപിക്കാൻ തോന്നണേ. ഒരു പ്രാർത്ഥന 5-ാമത്തെ സ്കന്ധം 3-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ഗദ്യം. ഇത് ഭഗവാനോട് ചൊല്ലുന്ന നല്ല പ്രാർത്ഥനയാണ്. അഥ കഥഞ്ചിത് സ്കരണക്ഷുത്പതന ജംഭണ ദുരവസ്ഥാനാദിഷു വിവശാനാസ്മരണാജ്വരമരണദശായാമപി സകലകസ്മര നിരസനാനി കവകുലകൃത നാമധേയാനി വചനഗോചരാനി ഭവന്തും. ഏത് അവസ്ഥയിലും ഭഗവാനെ എൻ്റെ നാമങ്ങൾ ജപിക്കാൻ തോന്നണേ. ജ്വരദശയിലും മരണദശയിലും കഥൻ സ്ഖലന വീഴുന്ന സമയത്തിലും വിശക്കുന്ന സമയത്തിലും കോട്ടുവായി വിടുന്ന സമയത്തിലും തുമ്മുന്ന സമയത്തിലും. കോട്ടുവായി വിടുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല, കൃഷ്ണ അങ്ങനെ പറയാം, രാമ അങ്ങനെ കോട്ടുവായി വിട്ടാൽ കുഴപ്പമില്ലേ. അത് തുമ്മൂടെ എന്ന് പറയാം, കൃഷ്ണ അങ്ങനെ പറയും. ഇങ്ങനെ എല്ലാ സമയത്തിലും നാമം ജപിച്ച് ശീലിക്കണം എന്നോട് പറയുന്നു. ജ്വരമരണദശായാമപി, വിശക്കുന്ന സമയത്തിലും നാമം ജപിക്കാൻ തുടങ്ങണം. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നാമസിദ്ധന്മാരായ മഹാത്മാക്കൾ പറയുന്നു, നാരായണാവെന്ന് സദാ ജപിച്ചാൽ പാപം കെടും, പശു കെടും, പസി കെടും, വ്യസനങ്ങൾ തീരും, നാവിനുണർച്ചവരം ഏറ്റവും അന്ത്യകാലേ ഗോവിന്ദപാദങ്ങൾ തെളിഞ്ഞ് കാണും എന്നൊക്കെ പറയുന്നു. ഇത് മഹാത്മാക്കളുടെ വാക്കുകളാണ്. അവരുടെ അനുഭവം അവർ പാട്ടായി പാടുന്നു. നാരായണാവെന്ന് സദാ ജപിച്ചാൽ പാപം കിടും. അത് നമുക്ക് ഒരു വിശ്വാസമുണ്ട്, നമ്മുടെ പാപം പോകും, നാരായണ ജപിച്ചാൽ മതി. പശിക്ക് ഇടും, അതാണ് മനസ്സിലാവില്ല. നമുക്ക് നാരായണ ജപിക്കുമ്പോൾ തന്നെ വിശക്കാൻ തുടങ്ങി, സമയമായോ. അത് നാമസിദ്ധന്മാർക്ക് നാമം ജപിച്ചാവുമ്പോൾ പിന്നെ പശിയും ഇല്ലാതാവും. പശി കേടും, വ്യസനങ്ങൾ തീരും, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറും. അതാണ് പറയുന്നു. സഹസ്രനാമത്തിൻ്റെ അവസാനം നമ്മൾ പറയാറുണ്ടല്ലോ ഒരു ശ്ലോകം, ആർത്താഹ വിഷണ്ണാഹ ശിഥിലാശ്ച ഭീതാഹ ഘോരേഷു ച വ്യാധിഷു വർത്തമാനാഹ. വ്യാധി പറഞ്ഞാൽ മതിയായിരുന്നു, ഘോരമായ വ്യാധി. അതെന്താ ഘോരമായ വ്യാധി? ഇതിൻ്റെ അർത്ഥം പണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ലേ, ഈ കൊറോണ വന്ന ശേഷമാണ് മനസ്സിലായി. അങ്ങോട്ട് ഇങ്ങോട്ട് ഒരാളെ നോക്കാൻ പാടില്ലേ, സംസാരിക്കാൻ പാടില്ലേ, ഒറ്റയ്ക്ക് ഇരിക്കണം പറയുമ്പോൾ അപ്പോഴാണ് മനസ്സിലായി ഇതാണ് വലിയ ഘോരമായ വ്യാധി കൊറോണ. പറഞ്ഞല്ലോ ഘോരേഷു വ്യാധിഷു വർത്തമാനാഹ. അങ്ങനെ വലിയ വ്യാധി ഉള്ള സമയത്തും നാരായണ ജപിച്ചാൽ മതി. ഞാൻ സത്യം പറയട്ടെ, എൻ്റെ ഗുരുനാഥൻ ഈ കൊറോണക്ക് സൂചി കൊണ്ടും കുത്തിയിട്ടില്ലേ. അദ്ദേഹം എപ്പോഴും നാരായണ ജപിക്കും.
കൂടുതൽ കൊറോണ സമയത്ത് യാത്ര ചെയ്ത ആളാണ് ചോദിച്ചാൽ എൻ്റെ ഗുരുനാഥനാണ്. എപ്പോഴും യാത്രയിലാണ് വണ്ടി. പ്രത്യേക പെർമിഷൻ വാങ്ങി വലിയ വലിയ സത്സംഗമൊക്കെ നടത്തിയിട്ടുണ്ട് കൊറോണ കാലത്തും. പക്ഷേ അദ്ദേഹത്തിന് ബാധിച്ചിട്ടില്ല. അതാണ് മഹാത്മാക്കൾക്ക്. അതുപോലെ പല മഹാത്മാക്കളാണ്, അവർക്ക് ഈ കൊറോണ ബാധിച്ചിട്ടില്ല. അതാ കാരണം നാമജപമാണ്. ഘോരേഷു വ്യാധിഷു വർത്തമാനാഹ സങ്കീർത്തിയ നാരായണ ശബ്ദമാത്രം. നാരായണ നാരായണ ജപിച്ചാൽ മതി. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ. എല്ലാവരും ജപിക്കോ. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ. നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ. ഗോവിന്ദ ഹരേ 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 ജയ ജയ ഗോപാല ഹരേ. ജയ ജയ ഗോപാല ഹരേ. സങ്കീർത്തിയ നാരായണനെ ധ്യാനിക്കണം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ലേ. സങ്കീർത്തിയ നാരായണ ശബ്ദമാത്രം. വെറുതെ മുഖം വ്യായാമം പോലെ നാരായണ 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 എന്ന് ജപിച്ചാലും കുഴപ്പമില്ലേ. ശരിക്കും നാരായണനെ ധ്യാനിച്ചുകൊണ്ട് ജപിച്ചാൽ നല്ല ആനന്ദം കൂടി ഉണ്ടാവും. പക്ഷേ അങ്ങനെ എപ്പോഴും ധ്യാനിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ പറയുന്നുണ്ട് ധ്യേയേൻ ധ്യായേൻ നാരായണ സദാ ആലോട്യ സർവശാസ്ത്രാണി വിചാര്യ ച പുനഃ ഇതമേകം സുനിഷ്പന്നം ധ്യേയോ നാരായണ സദാ. സർവശാസ്ത്രാണി വ്യാസാചാര്യൻ പറയുന്നു. ആലോട്യ സർവശാസ്ത്രാണി, എല്ലാ ശാസ്ത്രങ്ങളും മറിച്ചും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പല തവണ ഞാൻ വായിച്ചതാണ്. പറയുന്നത് ആരാണ്? ജ്ഞാനത്തിൻ്റെ അവതാരമായ വ്യാസാചാര്യൻ പറയുന്നു. ആലോട്യ സർവശാസ്ത്രാണി വിചാരിച്ച പുനഃ, വീണ്ടും വീണ്ടും ഞാൻ വിചാരം ചെയ്ത് അവസാനം കണ്ടെത്തിയ ഫലം എന്താണ്? ഇതമേകം സുനിഷ്പന്നം, ഇത് ഒന്നും മാത്രമേ ഞാൻ തീരുമാനിച്ചിട്ടുള്ളൂ. എന്താ? ധ്യേയോ നാരായണ സദാ, എപ്പോഴും നാരായണനെ ധ്യാനിച്ചാൽ മതി. എപ്പോഴും ധ്യാനിക്കാൻ പറ്റുമോ നാരായണനെ? നമുക്ക് എപ്പോഴും ധ്യാനിക്കാൻ പറ്റില്ല. കുറച്ച് നേരം ഉണ്ടെങ്കിൽ ധ്യാനിച്ചിരിക്കാം. എപ്പോഴും ബാത്റൂം പോകുന്ന സമയത്തിലും ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും നാരായണൻ ധ്യാനിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇതിനെ വ്യാഖ്യാനിക്കുന്ന മഹാത്മാക്കൾ എന്തു പറയുന്നു? ബോധേന്ദ്രസ്വാമികൾ പറയുന്ന തമിഴ്നാട്ടിലുള്ള വലിയ മഹാത്മാ നാമസിദ്ധനായ അദ്ദേഹം പറയുന്നു, ജയോ നാരായണ സദാ പറഞ്ഞതിനർത്ഥം സദാ നാമം ജപിക്കണം എന്നർത്ഥം. സദാ നാമം ജപിക്കാൻ പറ്റും. ഏത് സമയത്തിലും ഭക്ഷണം കഴിക്കുന്ന സമയത്തിലും നാരായണ നാരായണ പറഞ്ഞിരുന്ന നമ്മൾ ഭക്ഷണം കഴിക്കാം. ഉറങ്ങുന്ന സമയത്തും നമ്മൾ നാരായണ നാരായണ ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഉള്ളിൽ സ്വയം ഇങ്ങനെ നമ്മുടെ മനസ്സ് അത് ജപിച്ചോളും. അങ്ങനെ നാരായണാവിന് സദാ ജപിച്ചാൽ, അതാണ് ഇവിടെ പറയുന്നത്. ഈ ആർത്താവിഷണ്ണ ഈ ശ്ലോകം ഇതൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു പദ്യം മലയാളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നാരായണാവിന് സദാ ജപിച്ചാൽ പാപം കെടും, പശി കെടും, വ്യസനങ്ങൾ തീരും, നാവിന് ഉണർച്ചവരും ഏറ്റവും അന്ത്യകാലേ. ഇതാണ് പ്രധാനം. അന്ത്യസമയത്തിൽ നമുക്ക് നാരായണ ജപിക്കാൻ പറ്റുമോ? ഭഗവാൻ വിചാരിച്ചാൽ ചിലപ്പോൾ പറ്റും. നമ്മളെ കൊണ്ട് പറ്റില്ല. ഈ കോമാ സ്റ്റേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നാരായണ ജപിക്കാൻ പറ്റുമോ? അജാമിനൻ പോലും സ്പഷ്ടമായി സ്ഫുടമായിട്ട് നാരായണ വിളിച്ചിട്ടില്ല. നാരായണ എന്നോ പറഞ്ഞു, ഏതോ ശബ്ദം പുറപ്പെടുവിച്ചു. അത് നാരായണ മനസ്സിൽ വിചാരിച്ചത് കൊണ്ടാണ് ഭഗവാൻ ശ്രീപതി അനുഗ്രഹിച്ചു. നാരായണ അതാണ് ഏറ്റവും അന്ത്യകാലം. അന്ത്യസമയത്തിൽ നാരായണ ജപിക്കാൻ തോന്നും. നാവിൽ നിറച്ചവരും ഏറ്റവും അന്ത്യകാലെ ഗോവിന്ദ പാദങ്ങൾ തെളിഞ്ഞു. ഭഗവാന്റെ ആ പാദം അവസാന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും.
ഇത് തന്നെയാണ് ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നു. എന്ത് പ്രാർത്ഥിക്കുന്നു? അന്ത്യസമയത്തിൽ ഭഗവാനെ നിന്റെ രൂപം കാണിച്ചു തന്നെ. മകുടാലംബി മയൂര പിഞ്ചമാലാഹ ഹരിനീലശിലാ വിഭംഗനീലാഹ പ്രതിഭാസന്തു മമാന്തിക പ്രയാണേ അധരാഹിത ചാരുവംശനാളാഹ. അധരാഹിത ചാരുവംശനാളാഹ. വേദാന്തദേശികൻ പേരുള്ള മഹാത്മാവ് പ്രാർത്ഥിക്കുന്നു. അധരത്തിൽ പുല്ലാങ്കുഴൽ വച്ച് ശിരസിൽ മയിൽപ്പീലിൽ ധരിച്ച് മകുടാളമ്പി മയൂരപിഞ്ചമാലാഹ നീലക്കളറിൽ ഹരിനീല ശിലാ വിഭംഗനീലാഹ പ്രതിഭാസന്തു. അങ്ങനെ ഉള്ള ഉണ്ണിക്കണ്ണൻ്റെ വേണുഗാന കണ്ണൻ്റെ രൂപം അന്ത്യസമയത്തിൽ അന്തിമ പ്രയാണേ, എൻ്റെ അന്തിമ പ്രയാണത്തിൽ ഭഗവാനെ നിൻ്റെ രൂപം കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാലേ കാണിച്ചു തരുള്ളൂ ഭഗവാൻ. അതേപോലെ ബില്വമംഗലസ്വാമികൾ പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തപാദം അവതംസിത ബർഹിബർഹം സാചീകൃതാനന നിവേശിത വേണുഗന്ധം തേജപരം പരമകാരുണികം പുരസ്താത് പ്രാണപ്രയാണസമയേ മമ സന്നിധത്താം. ബില്വമംഗലസ്വാമികൾ പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്ത പാദം ഒരു കാലം നേരെ വെച്ച് അടുത്ത കാലം മാറ്റി വെച്ച് അവതംസിത ബർഹിബർഹം മയിൽപ്പീലിൽ ധരിച്ച് സാചീകൃതാണ് അരക്കട്ടിലുള്ള വളവും കഴുത്തിലുള്ള വളവും വളച്ച് ഇങ്ങനെ സാക്ഷിയിരിക്കുന്ന പറയാറുണ്ടല്ലോ, അത് സംസ്കൃതത്തിലുള്ളതാണ്. സാക്ഷീകൃതാനനെ വേശിത വേണുഗന്ധം തേജപരം പരമകാരുണികം പുരസ്താത്. ഒരു നീലജ്യോതിഷായി പ്രാണപ്രയാണ സമയേ മമ സന്നിധത്താം. എൻ്റെ പ്രാണം പുറപ്പെടുന്ന സമയത്ത് ഭഗവാനെ നിൻ്റെ രൂപദർശനം കാണാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഹിന്ദിയിൽ ഒരു ഭക്തൻ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. इतना तो करना स्वामी जब प्राण तन से निकले गोविंद नाम लेके जब प्राण तन से निकले श्री गंगा जी का तट हो जमुना का वंशी वट हो मेरा सांवरा निकट हो जब प्राण तन से निकले. ഞാൻ മരിക്കുന്ന സമയത്ത് ഗംഗാ തീരത്തിലാവാം. ശ്രീ ഗംഗാജി കാ തട്ട് ഹോ. നിങ്ങൾ യമുനാ തീരത്ത് കുറച്ച് സൗണ്ട് കുറച്ചോളൂ. ജമുനാ കാ വംശീ വട്ട് ഹോ. യമുനാ തീരത്തിൽ ഭഗവാൻ ഓടക്കുഴലൂരിയ വംശീവടത്തിൻ്റെ ചോട്ടിലോ മേരാ സാംവരാ നിക്കട്ട് ഹോ. ഞാൻ എവിടെ മരിച്ചാവാം, എൻ്റെ മുന്നിൽ നീ വന്നു നിന്നാൽ മതി. അപ്പോൾ ഈ ശരീരം ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു ഭാഗ്യം കിട്ടണേ. ജൽദി ആനാ നഹി ശ്യാം ഭൂൽ ജാനാ राधे को साथ लाना जब प्राण तन से निकले. ആ സമയത്ത് എൻ്റെ അന്ത്യസമയത്ത് മറക്കാതെ കൃഷ്ണ നീ ഒറ്റയ്ക്ക് വരരുതേ, രാധാക്കോ സാത്ത് ലാന, രാധയും കൂടി വിളിച്ചുകൊണ്ട് വരണേന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഭക്തന്മാരുടെ പ്രാർത്ഥന എന്താണ്? ജ്വരമരണദശായാമപി, ജ്വരസമയം മരണദശയിലേക്കുള്ളൂ ഭഗവാന്റെ നാമം ജപിക്കാനും ഭഗവാന്റെ രൂപം കാണാൻ ഭാഗ്യം തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടാണ് അവർ പുറപ്പെടുന്നു. അതിന് അങ്ങനെ നമുക്കൊരു ഭാഗ്യം വരണമെങ്കിൽ ഈ ഗദ്യം വായിച്ചാൽ മതി. അഥ കഥഞ്ചിത് സ്ഖലന ക്ഷുത്പതന ജൃംഭണ ദുരവസ്ഥാനാദിഷു വിവശാസ്മരണായ ജ്വരമരണദശായാമപി സകലകസ്മല നിരസനാനി തവ ഗുണകൃതനാമധേയാനി വചനഗോചരാണി ഭവന്തു. അങ്ങനെ ഋത്വികൾ പ്രാർത്ഥിച്ച ശേഷം ഭഗവാൻ പുറപ്പെടാൻ തയ്യാറായപ്പോഴാണ് കിഞ്ചേ ഒന്നുകൂടിയുണ്ട്. എന്താ? അയം രാജർഷിരപത്യകാമഹ, അടുത്തിരിക്കുന്ന ഈ രാജാവിന് ഭഗവാനെ നിന്നെപ്പോലെ ഒരു പുത്രനെ അനുഗ്രഹിക്കണം. അപ്പോഴാണ് ഭഗവാൻ പോലും കുടുങ്ങിപ്പോയി. സന്താനഭാഗ്യം എന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കും.
മഹാത്മാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണമായി പ്രാർത്ഥിക്കാറില്ല. സന്താന ഭാഗ്യം തന്നെ പ്രാർത്ഥിക്കാറില്ല. ഗുരുവായൂരപ്പ നിന്നെപ്പോലെ ഒരു സന്താനം തരണേന്ന് പ്രാർത്ഥിച്ചാൽ പിന്നെ ഗുരുവായൂരപ്പനെ പോലെ വേറെ ആളില്ലല്ലോ. ഇപ്പോൾ ഗുരുവായൂരപ്പൻ തന്നെ ജനിച്ചു. അങ്ങനെ ഗുരുവായൂരപ്പൻ തന്നെ ഈ രാജാവിൻ്റെ പുത്രനായി ജനിക്കുന്നു. ഈ അവതാരത്തിലാണ് ഭഗവാനക്ക് ഋഷഭൻ എന്ന പേര്. ഋഷഭൻ പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നർത്ഥം. കാളനൂടി അർത്ഥമുണ്ട്. അതിൻ്റെ അർത്ഥവും അത് തന്നെയാണ്. പശുക്കളിൽ ശ്രേഷ്ഠമായത് കൊണ്ടാണ് ഋഷഭൻ അതിന് പേര് വരാൻ കാരണം. അങ്ങനെ ഭഗവാൻ ഒരു നല്ല മുഹൂർത്തത്തിൽ ആ നാഭി മഹാരാജാവുക്കും അവരുടെ ധർമ്മപത്നി മേരുദേവിക്കും ഋഷഭൻ എന്ന പേരിൽ അവതരിച്ചു. ഈ ഋഷഭാവതാര സമയത്ത് ഭാരതദേശത്തിൽ മഴയില്ലാതായി. മഴയില്ലാത്ത കാരണം എന്താണ് മനസ്സിലാക്കി ഋഷഭദേവൻ ഇന്ദ്രൻ്റെ അസൂയയാണ്. ഇന്ദ്രനക്ക് ഭാരതദേശം കണ്ടിട്ട് അസൂയ തോന്നി. സാധാരണ ഭാരതദേശത്തിൻ്റെ പെരുമ കണ്ട് ഒരു അമേരിക്ക കാരണോ അല്ല പാകിസ്ഥാൻ കാരണോ അവനക്ക് അസൂയ തോന്നിയാൽ കുഴപ്പമില്ല. ഇന്ദ്രനക്ക് പോലും അസൂയ, ഭാരതദേശം നന്നായി വന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? മഴയില്ലാതാക്കി. നമ്മുടെ ഭാരതത്തിൻ്റെ പെരുമ എന്താണ്? നമ്മുടെ ഭാരതദേശത്തിൻ്റെ പെരുമ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കേണ്ട ദേശമാണ്. അരി, പച്ചക്കറി, ഗോതമ്പ് ഇതൊക്കെ നമ്മൾ തയ്യാർ ചെയ്ത് കൂടുതൽ അയക്കണം. ബാക്കി പാശ്ചാത്യ ദേശത്തിൽ ഇങ്ങനെയുള്ള സാധനമൊന്നും ഉണ്ടാക്കാറില്ല. അവർ അടുത്തവർ നശിപ്പിക്കുന്ന ഫ്രിഡ്ജ്, ടി വി, മൊബൈൽ ഇതൊക്കെ കൂടുതൽ തയ്യാറിച്ച് വിടുന്നു. എല്ലാവരെയും ജീവിപ്പിക്കുന്ന സാധനമാണ് നമ്മൾ തയ്യാർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം മഴയില്ലേ? അതുകൊണ്ട് മഴയില്ലാതാക്കി. ഋഷഭദേവൻ ആകാശം നോക്കിയൊന്ന് പൊട്ടിച്ചിരിച്ചു. പ്രഹസ്യ ആത്മയോഗമായയാ സുവർഷമജനാഭം നാമ അഭ്യപരുഷത്ത്. ആകാശം നോക്കി ഒന്ന് പൊട്ടിച്ചിരിച്ചപ്പോൾ മഴ സ്വയം ഉണ്ടായി. അപ്പോൾ ഇന്ദ്രനക്ക് മനസ്സിലായി ഈ കുട്ടി സാധാരണ കുട്ടിയില്ലെന്ന് മനസ്സിലാക്കി. ഉടനെ തന്നെ തൻ്റെ പെൺകുട്ടിയായി ജയന്തിയെ വിവാഹം ചെയ്തു കൊടുത്തു. കാരണം ഇന്ദ്രനക്ക് 2 മക്കളാണ്. 2 മോശക്കാരായി പോയി. ഒന്ന് വാലി, അടുത്താൽ ആകാശം. 2 പേരും രാമനക്ക് അപരാധം ചെയ്തതായി പോയി. അതുകൊണ്ട് നല്ല മകൻ ഇല്ലെങ്കിലും മരുമകനെങ്കിലും നന്നാവട്ടെ വിചാരിച്ച് ഋഷഭദേവനെ മരുമകനാക്കി സ്വീകരിച്ചു. പിന്നെ ഋഷഭദേവനക്കും ജയന്തി ദേവിക്കും 100 മക്കളുണ്ടായി. അതിൽ 81 പേർ കർമ്മങ്ങൾ ചെയ്ത് വിശുദ്ധ ബ്രാഹ്മണധർമ്മത്തിലേക്ക് ചെന്നു. ഒരു 9 പേർ മഹായോഗികളായി മാറി. നവയോഗി ഇനാവൈ, അതാണ് തിരുനാവായി പേര് വരാൻ കാരണം. കവിര്, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായൻ, ആവിർഹോത്തൻ, തുമിലൻ, ചമസൻ, ഖരഭാജൻ. അവർ 9 യോഗികളായി ചെന്നു. പിന്നെ ബാക്കിയുള്ള 10 പേർ രാജ്യഭരണം ഏറ്റെടുത്തു. അതിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്, ജ്യേഷ്ഠനാണ് ഭരതൻ. ആ 100 മക്കൾക്കും നല്ല ഉപദേശം ഇവിടെ കൊടുക്കുന്നു ഋഷഭദേവൻ. ഋഷഭുവാച 5-ാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായം ഋഷഭഗീത എന്ന മഹാത്മാക്കൾ പറയുന്നു. ന്യായം ദേഹോ ദേഹഭാജാം ലോകേ കഷ്ടാൻ കാമാനർഹതേ വിഭുജാം യേ തപോദിമ്യം പുത്രകായേന സത്വം ശുദ്ധ്യേത്യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. ഈ മനുഷ്യ ശരീരം വെറുതെ ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങാനും അതിനു വേണ്ടിയില്ലേ. ഇത് സാധാരണ എല്ലാ ജീവികളും ചെയ്യും. ഇതിൽ പ്രധാന ധർമ്മം ബ്രഹ്മസൗഖ്യം ധർമ്മമാണ് വേണ്ടത്. കൂടുതൽ അഴിയാത്ത ആ ബ്രഹ്മസൗഖ്യം പ്രാപിക്കാൻ വേണ്ടിയാണ് ഈ മനുഷ്യ ശരീരം. അതിനെന്ത് ചെയ്യണം? മത്കർമ്മവിധി മത്കത, ഭഗവാന്റെ കർമ്മങ്ങളിൽ ഭഗവാന്റെ കഥകളിയും കേട്ട് ഭഗവാന്റെ ഗുണകീർത്തനാണ് എൻ്റെ കഥകളും പാടി എൻ്റെ നാമങ്ങളും ജപിച്ച് എൻ്റെ സ്വരൂപമായി ആവണം എന്നാണ് അവർ ഉപദേശിക്കുന്നു. പിന്നെ ധർമ്മസൂക്ഷ്മം ഉപദേശിക്കുന്നു. ഗുരുർ ന സസ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സസ്യാത് ജനനീ ന സസ്യാത് ദൈവം ന തസ്യാന്ന പതിശ്ച സസ്യാത് നമോചയേത് യസ് സമുപേതമൃത്യം. സാധാരണ ധർമ്മം മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. ഇതൊക്കെ സാധാരണ ധർമ്മമാണ്. അമ്മയെ ദൈവമായി കണക്കാക്കണം, അച്ഛൻ്റെ വാക്ക് പരിപാലിക്കണം. ഇതൊക്കെ ശരിയാണ്. പക്ഷേ അച്ഛൻ്റെ എല്ലാ വാക്കും പരിപാലിക്കാൻ പറ്റില്ല. കാരണം അച്ഛൻ ധർമ്മം പറഞ്ഞാലേ അനുസരിക്കാവൂ. അധർമ്മം പറഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മകൻ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അച്ഛൻ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മകനെ വിളിച്ചു, എൻ്റെ സുഹൃത്ത് വന്നില്ലേ, നാളെ അമ്പലത്തിൽ പോയാൽ മതി, എൻ്റെ ഒപ്പം ചീട്ട് കളിക്കാൻ വരൂ പറഞ്ഞാൽ
പിതൃദേവോ ഭവ ചീട്ട് കളിക്കാൻ പോകരുത്. അച്ഛനായാലും അമ്മയായാലും ആചാര്യനായാലും ധർമ്മം പറഞ്ഞാൽ മാത്രമേ അനുസരിക്കാവൂ, അധർമ്മം പറഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമില്ലേ എന്ന ധർമ്മസൂക്ഷ്മം കൂടി ഇവിടെ ഉപദേശിച്ചു. അതിനുശേഷം ഋഷഭദേവൻ ഒരു കാട്ടുതീ കണ്ടപ്പോൾ ആ കാട്ടുതീയിൽ പ്രവേശിച്ച് ആ കാട്ടുതീയിൽ മരിക്കുന്ന എല്ലാ ജീവികൾക്കും മുക്തി കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നു. എല്ലാ ജീവികൾക്കും മുക്തി കൊടുത്തു പറഞ്ഞപ്പോൾ പരീക്ഷത്തിന് അത്ഭുതമായി. അപ്പോഴാണ് ഇവിടെ സുഖാചാര്യൻ പറയുന്നു, ഭഗവാൻ എല്ലാവർക്കും മുക്തി കൊടുക്കും, പക്ഷേ ഭക്തി കൊടുക്കാറില്ലേ. അതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് ഭക്തിയാണ്. ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നു. മുക്തിം ദദാതി കരിഹിചിത് സ്മ ന ഭക്തിയോഗം. ഭക്തി കൊടുത്താൽ എന്താ കുഴപ്പം? രാജൻ പതിർ ഗുരുരടം ഭവതാം യദൂനാം ദൈവം പ്രിയ കുലപതി ക്വച കിങ്കരോ വഹ അസ്വേവമംഗ ഭഗവാൻ ഭജതാം മുകുന്ദഃ മുക്തിം ദദാതി കരിഹിചിത് സ്മ ന ഭക്തിയോഗം. ഭഗവാൻ എല്ലാവർക്കും മുക്തി കൊടുക്കും, ഭക്തി കൊടുക്കാറില്ലേ. ഭക്തി കൊടുത്തു കഴിഞ്ഞാൽ ആ ഭക്തൻ്റെ പണിക്കാരനായി ഭഗവാൻ തന്നെ അർജുനൻ്റെ ഹൃദയം കുളിപ്പിച്ച് അർജുനന് വേണ്ടി ഒരു ദൂതനായും ഇതൊക്കെ ഭഗവാൻ ചെയ്തില്ലേ. എന്തിനാണ് ഈ പാണ്ഡവന്മാർക്ക് വേണ്ടി ദൈവം പ്രിയ കുലപതി ക്വച കിങ്കരോവഹ, അങ്ങനെ കിങ്കരനായി മാറാൻ എന്താ കാരണം? ആ പാണ്ഡവന്മാരുടെ ഭക്തിയാണ്. അങ്ങനെ ഓരോ ഭക്തന്മാരുടെ കഥ നമ്മൾ കേട്ടാൽ നമുക്ക് അത്ഭുതമാവും. നാമദേവൻ പേരുള്ള ഒരു ഭക്തൻ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. ബോലോ നാരായണ ജയ് ജയ് വിഠല, ബോലോ നാരായണ ജയ് ജയ് വിഠല, ബോലോ നാരായണ ജയ് ജയ് വിഠല, ബോലോ നാരായണ ജയ് ജയ് വിഠല. ലക്ഷ്മീനാരായണ രംഗ രംഗ വിഠല, ലക്ഷ്മീനാരായണ രംഗ രംഗ വിഠല, ഗോവിന്ദ വിഠല ഗോപാല വിഠല, ഗോവിന്ദ വിഠല ഗോപാല വിഠല, ശ്രീരംഗ വിഠല പാണ്ഡുരംഗ വിഠല, ശ്രീരംഗ വിഠല പാണ്ഡുരംഗ വിഠല. ബോലോ നാരായണ ജയ് ജയ് വിഠല, ബോലോ നാരായണ ജയ് ജയ് വിഠല. അദ്ദേഹം രാത്രി മുഴുവൻ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മഴ പെയ്ത് അദ്ദേഹത്തിൻ്റെ വീട് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഭിത്തിയുള്ള വീടാണ്. ആ മഴവെള്ളത്തിൽ ഊരി ഊരി ആ ഭിത്തി വീഴാൻ പോയി. വീഴുന്ന സമയത്താണ് ഭഗവാൻ നോക്കി. പെട്ടെന്ന് 4 തൃക്കൈയുമായി വന്ന് ആ ഭിത്തി വീഴാതെ പിടിച്ച് നിന്നു ഭഗവാൻ. പിന്നെ ഇടയ്ക്ക് കാറ്റ് വീശുമ്പോൾ ആ വീടിൻ്റെ കൂര പറക്കാൻ തുടങ്ങി. പിന്നെ സുദർശനെ വിളിച്ച് കൊണ്ട് മേലെ ഇരുന്നോളൂ, കൂര പറക്കാതെ. സുദർശനം കൊണ്ട് കൂര പറക്കാതെ പിടിച്ച് നിർത്തി. ഈ ഭക്തൻ ഒന്നും നോക്കിയിട്ടേ ഇല്ലേ, അദ്ദേഹം നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ വീഴാതിരിക്കാൻ ഒരിക്കലും പിടിച്ചു നിൽക്കുന്നു. ആ ഭക്തൻ്റെ മകളാണ്, വളർത്തി വരുന്ന ഒരു മകളാണ് ജനാബായി. അവൾ ഭഗവാന്റെ രൂപം കണ്ടു. ഭഗവാനോട് പറഞ്ഞു, ഇങ്ങനെ കൈ പിടിച്ച് നിർത്തണോ ഭിത്തിയോടൊന്ന് പറഞ്ഞാൽ മതി, അവിടെ നിന്നോളൂ, പറഞ്ഞത് നിന്നോളൂ, പിന്നെ എന്നെങ്ങനെ പിടിച്ച് നിൽക്കുന്നു. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, ഇങ്ങനെ നാമം ജപിക്കുന്ന ഭക്തന്മാർക്ക് ഒരു കൈങ്കര്യം ചെയ്യണ്ടേ, അതിനു വേണ്ടി ആ ഭിത്തി വീഴാതെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെ കിങ്കരനായിട്ട് പറയാൻ ഇങ്ങനെ ഉദാഹരണം പറഞ്ഞാൽ നിറച്ചും ഭക്തന്മാരുടെ കഥ പറയാം. കൊച്ച കിങ്കരോവഹ, അങ്ങനെ ഭക്തി കൊടുത്തു കഴിഞ്ഞാൽ ഭക്തന്മാരുടെ കിങ്കരനായി പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഭഗവാൻ മുക്തി കൊടുക്കും, പക്ഷേ ഭക്തി കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഋഷഭാവതാരം നമസ്കരിച്ചുകൊണ്ട് ഈ ഋഷഭാവതാരം സമർപ്പിക്കുന്നു. നിത്യാനുഭൂത നിജലാഭനിവൃത്ത തൃഷ്ണ ശ്രേയസ്യ തത്ര ജനയാ ചിരസുപ്തബുദ്ധി ലോകസ്യ യത്കരുണയാ അഭയമാത്മലോകം ആഖ്യാൻ നമോ ഭഗവതേ ഋഷഭായ തസ്മൈ. അങ്ങനെ ഋഷഭദേവൻ നമസ്കരിച്ചുകൊണ്ട് പിന്നെ ഭരതചരിത്രം ആരംഭിക്കുന്നു. ഋഷഭൻ്റെ ജ്യേഷ്ഠപുത്രനായ ഭരതൻ വേണ്ട വിധത്തിൽ രാജ്യഭരണം ചെയ്തുകൊണ്ട് കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നു. അങ്ങനെ സത്കർമ്മങ്ങൾ ചെയ്യരുത് കൊണ്ട് എന്തായി? അദ്ദേഹത്തിന് ചിത്തശുദ്ധി ഉണ്ടായി, അദ്ദേഹത്തിൻ്റെ ഹൃദയം ശുദ്ധമായി. നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് ശുദ്ധമായി എന്ന് മനസ്സിലാക്കാൻ പറ്റും. കണ്ണടച്ചാൽ ഭഗവാനെ കാണാൻ സാധിച്ചാൽ നമ്മുടെ മനസ്സ് ശുദ്ധമായി നമുക്ക് തീരുമാനിക്കാം.
നമ്മളൊക്കെ കണ്ണടച്ചിരുന്നാൽ ഒരു ഇരുട്ടാണ് നമ്മൾ കാണുന്നത്. ഭഗവാന്റെ രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഭഗവാന്റെ രൂപം കാണാൻ സാധിച്ചാൽ മനസ്സ് ശുദ്ധമായി നമുക്ക് തീരുമാനിക്കാം. ഇദ്ദേഹത്തിന് അങ്ങനെ ആയി. നിജപുരുഷകൾ ലിഖിതേന ആത്മനി പുരുഷരൂപേണ വിരോചമാനേ ഉച്ചൈസ്തരാം ഭക്തി അണുദിന മേധമാനരജ അജായത. ഭിത്തിയിൽ ചുവറ്റിലെഴുതിയ ചിത്രം പോലെയാണ് ഭഗവാന്റെ രൂപം കാണാൻ സാധിച്ചു. ഹരികര ഗദാതി വിരുപലക്ഷിതേ. ചതുർഭുജ ശംഖചക്ര കഥാപത്മധാരിയായ ഈ ഗുരുവായൂരപ്പൻ്റെ രൂപം ഹൃദയത്തിൽ എപ്പോഴും കാണാൻ സാധിച്ചപ്പോൾ പിന്നെ ലൗകിക കർമ്മങ്ങൾ ചെയ്യാൻ പറ്റാതായി. അപ്പോൾ പുത്രന്മാരുടെ പേരിൽ രാജ്യം ഏൽപ്പിച്ച് അദ്ദേഹം ഗണ്ഡകി നദിയിലേക്ക് ചെന്നു. ഗണ്ഡകി പറയുന്നത് നേപ്പാള ദേശത്തിലാണ്. നേപ്പാള ദേശത്തിൽ ഭഗവാന്റെ നാരായണ ഭഗവാന്റെ ഗണ്ഡത്തിൽ നിന്നും വിയർത്ത് വന്ന് അതിനെ ഒരു നദിയായി ഓടി എന്നാണ് മഹാത്മാക്കൾ പറയുന്നു. ആ ഗണ്ഡകി നദിയിലാണ് ഇപ്പോഴും നമുക്ക് ശാലഗ്രാമം കിട്ടുന്നത്. മത്സ്യം കൂർമ്മം എന്ന ശാലഗ്രാമം പൂജിക്കുന്നുണ്ടല്ലോ വിഷ്ണു ക്ഷേത്രങ്ങളിൽ. ആ ശാലഗ്രാമം ഗണ്ഡകി നദിയിൽ നിന്നും ഉണ്ടാവുന്നതാണ്. അതേപോലെ നർമ്മദാ നദിയിൽ ഉണ്ടാവുന്നതാണ് ശിവലിംഗം. ശാലഗ്രാമസ്തു ഗണ്ഡക്യാം നർമ്മദായാം മഹേശ്വര ഉത്പത്സ്യേതേ സ്വയംഭൂതൗ താവേതൗ നൈവ കൃത്രിമൗ. നർമ്മദയിൽ ഇരിക്കുന്ന ഓരോ കല്ലിലും ശിവൻ്റെ ചൈതന്യം ഉണ്ടാവും. അതേപോലെ ഗണ്ഡയ്ക്കിരിക്കുന്ന ഓരോ കല്ലിലും ഭഗവാൻ വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഉള്ളതാണ്. അതിൽ ഒരു കൃഷ്ണൻ്റെ ശാലഗ്രാമം എടുത്തു വച്ച് ഇദ്ദേഹം പൂജയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അഷ്ടാംഗയോഗവും അഭ്യസിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നലെ പറഞ്ഞില്ലേ അഷ്ടാംഗയോഗം എന്താണ്? 8 യോഗം: യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇദ്ദേഹം ധ്യാനം വരെ എത്തിക്കഴിഞ്ഞു. ധ്യാനം പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് കണ്ണടച്ചിരുന്നാൽ വൈകുന്നേരം 6 മണി വരെ അദ്ദേഹം ഭഗവാന്റെ രൂപം ധ്യാനിച്ചിരിക്കും. അങ്ങനെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ധ്യാനിക്കാൻ ഇരുന്ന സമയത്താണ് ഒരു ഗർഭവതിയായ ഒരു മാൻപേട അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നു. ആ വെള്ളം കുടിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ലോകഭയങ്കര ഉദപതത്ത് ഏകദാതു മഹാനദ്യാം കൃതാഭിഷേകം. വീണ്ടും ഒന്ന് കുറച്ച് കയറ്റി ചെയ്യണ്ട, അങ്ങനെ തന്നെ വെച്ചോളൂ. അത് മൈക്കിൻ്റെ അടുത്ത് ആളാണ്. ആ കുട്ടി ഇവിടെ വിളിക്കൂ, ഇവിടെ കുട്ടി ഇനി ഒന്നും ചെയ്യണ്ട. ഇടയ്ക്കിടയ്ക്ക് ശബ്ദം ഉയർന്നു പോകുന്നു, താഴ്ന്നു പോകുന്നു. അങ്ങനെ ആയാൽ തൊണ്ട ബുദ്ധിമുട്ടാവും. ഒരേ പാകത്തിലായാൽ നന്നാണ്. ചിലപ്പോൾ ഇതിൻ്റെ പ്രശ്നമാവും, കറണ്ടിൻ്റെ പ്രശ്നമാണോ ആയിരിക്കും ഇവിടെ. എന്തായാലും ഏകദാതു മഹാനദ്യാം കൃതാഭിഷേകനൈയമികാവശ്യകോ ബ്രഹ്മാക്ഷരമഭിഗൃണാനോ മുഹൂർത്തത്രയമുദകാന്ത ഉപവിവേശ തത്ര തഥാ രാജൻ ഹരിണീ പിപാസയാ ജലാശയാഭ്യാസമൈകൈവോപജഗാമ തയാ ദേവീയമാണ ഉദകേ താവദേവാ വിദൂരേണ നന്ദോ ഭഗവതേ ഉന്നാദോ ലോകഭയങ്കര ഉദപതത് തമുപസൃത്യ സാ ഭഗവതോ പ്രകൃതിവിപ്ലവാ ചകിതനിരീക്ഷണാ സുതരാമതി കരിഭയാഭിനിവേശം വ്യഗ്രഹൃദയാ പാരിപ്ലവദൃഷ്ടിരഗതൃഥാഭയാ സഹസൈവോച്ചക്രാമ. അങ്ങനെ രാവിലെ സഹസ്രാവർത്തി ജപിക്കാറുണ്ട് അദ്ദേഹം. അങ്ങനെ സഹസ്രാവർത്തി ഗായത്രി ജപിക്കാൻ ഇരുന്നപ്പോഴാണ് ഗർഭവതിയായ മാൻപേട വെള്ളം കുടിക്കുന്ന സമയത്ത് ഭയങ്കരമായ സിംഹത്തിൻ്റെ അറച്ച സിംഹഗർജനം കേട്ടു. സിംഹഗർജനം കേട്ടപ്പോൾ പെട്ടെന്ന് ആ മാൻപേട രക്ഷപ്പെടാൻ വേണ്ടി പുഴ കടക്കാൻ ശ്രമിച്ചു. പുഴ കടന്ന് ചാടി പോകാൻ ശ്രമിച്ചപ്പോഴാണ് എന്തായി, പ്രസവം ഇപ്പുറത്തായി. ചാടിയപ്പോൾ അപ്പുറത്ത് തന്നെ അമ്മ മരിച്ചു. കുട്ടി ഇവിടെയും അമ്മ അവിടെയായിപ്പോയി. അപ്പോൾ കുട്ടിയെ കണ്ടു അദ്ദേഹം. ആ മാൻ ശിശുവിനെ രക്ഷപ്പെടുത്തി അദ്ദേഹം അവിടെ നിർത്താമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് തോന്നി, മാമേവ മാതാപിതരവ് ഭ്രാതൃ ജ്ഞാതിന് യൗതികാം ചെയ്വോ പേരായ ഈ മാൻകുട്ടിയെ നോക്കാൻ അച്ഛനമാരില്ലല്ലോ, ഞാൻ തന്നെ എല്ലാം നോക്കണം വിചാരിച്ച് അദ്ദേഹം മാൻകുട്ടിയെ കൊണ്ടുപോയി വളർത്തി കൊണ്ടുവന്നു. കുറച്ച് പ്രായമായപ്പോൾ ഈ മാൻകുട്ടി എന്ത് ചെയ്തു, ഒരു പെൺമാനിനെ കണ്ടപ്പോൾ അതിൻ്റെ ഒപ്പം പോയി. നമ്മളും അങ്ങനെയാണ്, നമ്മുടെ കുട്ടികളെ നന്നായിട്ട് വളർത്തും, പിന്നെ അവർ നിന്ന് ഓടിപ്പോയി. അങ്ങനെ പോയി.
അങ്ങനെ മാൻകുട്ടി പോയപ്പോൾ ഇദ്ദേഹം ആ മാൻകുട്ടിയെ ഓർത്ത് മരിച്ചു. അന്തേ യാ ഗതി അന്തേ യാ സ്മൃതി സാ ഗതി എന്നാണ് ഭഗവാന്റെ തീരുമാനം. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കലേവരം തം തമേവേതി കൗന്ദേയ സദാ തദ്ഭാവഭാവിതഃ. സുപ്രീം കോടതി ജഡ്ജ് പറയുന്നത് പോലെയാണ്. അത് പറഞ്ഞാൽ പിന്നെ വേറെ അടുത്ത് പോകാൻ പറ്റില്ല. അതുപോലെ അന്ത്യസമയത്തിൽ ഏതാണോ സ്മൃതി അത് തന്നെ അടുത്ത ജന്മത്തിന് കാരണമാകും. ഇത് പറഞ്ഞപ്പോഴാണ് മഹാത്മാക്കൾക്ക് സങ്കടമായി. എപ്പോഴും ഭാഗവതവും രാമായണം വായിച്ച് നടക്കുന്ന ഒരു ഭക്തൻ അവസാന സമയത്ത് എന്തെങ്കിലും ഓർത്തു മരിച്ചാൽ അങ്ങനെ ജനിച്ചാലോ? അപ്പോൾ ഭഗവാനോട് രാമാനുജാചാര്യൻ ചോദിച്ചു, ഈ നിയമം ഒന്ന് മാറ്റണം, ഇത് ചെയ്യാവുന്നില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരീരത്തിൽ ആരോഗ്യമുള്ള സമയത്ത് ഭഗവാനെ ഭജിച്ചാൽ മതി, പിന്നെ വയ്യാതെ കടക്കുന്ന സമയത്ത് ഭഗവാൻ നമ്മളെ ഓർത്തോളും. വരാഹപുരാണത്തിൽ പറഞ്ഞ ശ്ലോകം എടുത്തിവിടെ പറഞ്ഞു. ചിതേ മനസി സുസ്വസ്ഥേ ശരീരേ സതിയോ നരഃ വിശ്വരൂപം ച മാമജം തതസ്തം യമാനന്തം കാഷ്ഠപാഷാണസന്നിഭം. സ്ഥിതേ മനസി സുസ്വസ്ഥേ ശരീരേ സ്തി യോനരഃ ധാതുതാമ്യേ സ്ഥിതേ സ്മർത്ത വിശ്വരൂപം ച മാമജം തതസ്തം മ്രിയമാനന്തം കാഷ്ഠപാഷാണസന്നിഭം അഹം സ്മരാമി മദ്ഭക്തം നയാമി പരമാം ഗതിം. ശരീരത്തിൽ ആരോഗ്യമുള്ള സമയത്ത് ഭഗവാനെ ഭജിച്ചാൽ മതി, പിന്നെ നമുക്ക് വയ്യാതാവുമ്പോൾ ഭഗവാൻ നമ്മളെ സ്മരിച്ചോളും. അതാണ് ഇവിടെ പറയുന്നു. ഇവിടെ അദ്ദേഹം മാനവോർത്ത് സ്മരിച്ചത് കൊണ്ട് മാനായി ജനിച്ചു. പക്ഷെ മാനായി ജനിച്ചാലും എപ്പോഴും സത്സംഗത്തിൽ തന്നെ ജീവിച്ചിരുന്നു. പിന്നെ ശരീരം വിടുന്ന സമയത്ത് ആ മാന എന്ത് ചെയ്തു? ആ ഗണ്ഡകി പുഴയിൽ നിന്നുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു. നാരായണായ ഹരയേ നമയിത്യുദാരം ഹാസ്യൻ മൃഗത്വോപിയ സമുദാചകാരൻ. അവസാന സമയത്തിലും ഹരയേ നമഃ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ശരീരം ഉപേക്ഷിച്ചത്. നമുക്കും അങ്ങനെ ചൊല്ലാനാവണം. ഹരയേ നമ ശ്രീ ഹരയേ നമഃ ഹരയേ നമ ശ്രീ ഹരയേ നമഃ ഹരയേ നമ ശ്രീ ഹരയേ നമഃ ഹരയേ നമ ശ്രീ ഹരയേ നമ ശ്രീ ഹരയേ നമഃ ഹരയേ നമ ശ്രീ ഹരയേ ഹരയേ നമ ശ്രീ ഹരയേ നമഃ ഹരയേ നമ ശ്രീ ഹരയേ നമഃ. ഹരയേ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാന് ഹരയേ നമഃ പറയുന്നു. ഈ ഭാഗവതത്തിൽ നോക്കിയാൽ മാന് സ്തുതിച്ചു, പിന്നെ ആന സ്തുതിച്ചു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സ്തുതിച്ചു പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സുകൊണ്ട് സ്മരിച്ചു എന്നർത്ഥം. അങ്ങനെ ഹരയേ നമഃ പ്രാർത്ഥിച്ച് ആ മാൻശരീരം ഉപേക്ഷിച്ച് മൂന്നാമത്തെ ജന്മത്തിൽ അംഗിരസ ഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണൻ്റെ രണ്ടാമത്തെ ഭാര്യയ്ക്ക് ഉണ്ണിയായി ജനിച്ചു. ഈ സമയത്തിലാണ് ഇദ്ദേഹത്തിന് ജഡഭരതൻ എന്ന് പേര് വിളിക്കുന്നത്. പൂർവ്വജന്മത്തിൽ ഭരതൻ എന്ന പേരും ഈ ജന്മത്തിൻ്റെ സ്വഭാവം ജഡത്വം ചേർത്തിട്ടാണ് ജഡഭരതൻ നമ്മൾ പറയുന്നു. ഇദ്ദേഹം ജനിച്ചിരുന്നത് ജഡം പോലെ കിടക്കുന്നു. ചില ആളുകൾ പൊട്ടൻ പറയുന്നു, ചില ആളുകൾ ഭ്രാന്തൻ പറയുന്നു. ജഡമതിരെ ത്രിഭാഷ്യമാണ്. ആര് എന്ത് പറഞ്ഞാലും ഇദ്ദേഹത്തിന് ഒരു ദൂഷണം മുന്നിൽ അദ്ദേഹം അവിടെ നിന്ന് ഇരിക്കില്ല. അച്ഛന്മാർ കുറച്ചു കാലം നോക്കി അവർ പോയി. പിന്നെ സഹോദരന്മാരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഒരു കൃഷിസ്ഥലത്തിൽ ഈ പശുവിനെയും പക്ഷികളെയും വിരട്ടാൻ ഒരാൾ വേണ്ടേ? അതുകൊണ്ട് പണ്ടൊക്കെ എനിക്ക് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ബൊമ്മ വയ്ക്കും, ഒരു കളത്തിൽ കറുത്ത ചെറുത്ത് അങ്ങനെ ഒരു ആളുടെ ഒരു രൂപം പോലെ ഒന്ന് ഉണ്ടാക്കി അവിടെ വയ്ക്കും. അപ്പോൾ പക്ഷികൾ ഒരു ആൾ ഇരിക്കുന്നത് വിചാരിച്ച് പേടിച്ച് പോട്ടെ വിചാരിച്ച്. അതുപോലെയാണ് ഇദ്ദേഹത്തിനെ അവിടെ കൃഷിസ്ഥലത്തിൽ കാവൽക്കാരനായി നിർത്തി. അദ്ദേഹം അവിടെ നിന്ന് നാമം ജപിച്ചിരിക്കുമ്പോഴാണ് അടുത്തുള്ള കാട്ടിൽ ദേവി ഭദ്രകാളി അമ്പലത്തിൽ ഭദ്രകാളിക്ക് നരബലി കൊടുക്കാൻ വേണ്ടി ഒരാളെ പിടിച്ചു വച്ചിരുന്നു. അയാൾ എങ്ങനെയോ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ എന്തായി? ബലി കൊടുക്കാൻ ഒരാൾ കിട്ടാതായപ്പോഴാണ് അവരുടെ ഭൃത്യന്മാർ
കാടിൻ്റെ രാജാവിൻ്റെ ഭൃത്യന്മാർ ആള് അന്വേഷിച്ച് വരുമ്പോഴാണ് ജഡഭരതനെ കണ്ടുമുട്ടി. ജഡഭരതനോട് ചോദിച്ചു, ബലി കൊടുക്കാൻ പോകുന്നു, നിങ്ങൾക്ക് സമ്മതമാണോ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിട്ടില്ല. മിണ്ടാതിരുന്നാൽ എന്താ അർത്ഥം? മൗനം സർവാർത്ഥ സാധകം. മൗനമായിരുന്നാൽ സമ്മതം എന്നാണ് അർത്ഥം. ശരി പറഞ്ഞാൽ അദ്ദേഹത്തിനെ കൊണ്ടുപോയി നന്നായിട്ട് കുളിപ്പിച്ചു. ചെവന്ത വസ്ത്രം, ചെവന്ത പട്ട് ഉടുപ്പിച്ച്, ചെമ്പരത്തിമാല അണിയിച്ച്, ചെഞ്ചന്ദനം പൂശി അദ്ദേഹത്തിനെ കാലിൻ്റെ മുമ്പിൽ ഇരുത്തി ആ ബലിപീഠത്തിൽ തല ചരിച്ച് വെച്ചു. പിന്നെ ആ വെളിച്ചപ്പാട് വാളം എടുത്ത് പാട്ടൊക്കെ പാടി വേഗം നൃത്തമൊക്കെ വെച്ച് കണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുമ്പോൾ കാളിക്ക് സങ്കടമായി. കാരണം ഇദ്ദേഹം മഹാത്മാവാണ്, ജ്ഞാനിയാണ്. മഹാത്മാവായ ജ്ഞാനിയെ എൻ്റെ പേരിൽ വധിക്കുന്നുണ്ടല്ലോ വിചാരിച്ച് കാളിക്ക് ദേഷ്യം വന്നു. പെട്ടെന്ന് അവിടുന്ന് സഹസ്വച്ഛാട ശൈവദേവി ഭദ്രകാമീ ബൃഹമമരിഷരോഷാവേ സർവസവിലസിത ഭ്രുകുട്ടി വിടപകുടിലക്ഷണാട്ടോ പാതി ഭയാനകവദന ഹന്തു കാമേകം മഹട്ടഹാസമരിസം ബ്രഹ്മേണ വിമുഞ്ചന്തി തദുത്പത്യ പാപീയസാം ദുഷ്ടാനാം തേനേ വാസിനാം വിവൃക്തശീർഷ്ണാം ഗളാം സ്രവന്തമസൃഗാസോ മധ്യസ്ഥം സഹഗനേന നിപീയൻ അതിപാണമത വിഹ്വല ഉച്ചൈസ്തരാം സ്വപാരണതൈ സഹ ജഗൗ നർത്തച വിഹാരച ശിരക്കന്തുകലീലയാ വൃഷമമർഷ രോഷാവേശരഭസ വിലസിത ഭ്രുകുടി വിടപകുടിലഗമക്ഷണാട്ടോപാതി ഭയാനകവദന. ദേവി പ്രത്യക്ഷമായി മുന്നിൽ വന്നു. പല അസുരന്മാരുടെ തല വെട്ടി മുണ്ടമാണിയും അണിഞ്ഞ്, പല അസുരന്മാരുടെ കൈ വെട്ടി അത് തന്നെ വസ്ത്രമായി ധരിച്ച് 8 കൈകളിൽ 8 ആയുധങ്ങളും ധരിച്ച് ഓടി വരുന്നു. അങ്ങനെ ഓടി വരുന്ന ഭദ്രകാളി ആ വെളിച്ചപ്പാടിൻ്റെ കയ്യിൽ നിന്നും ആ വാള് തട്ടിപ്പറിച്ച് അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ശിരസും കൊയ്തെടുത്തു. അവരുടെ രക്തം കുടിച്ചു. കാളി തന്നെ മുമ്പിൽ നൃത്തം വയ്ക്കുന്നു. ഭദ്രകാളി നൃത്തം വയ്ക്കുന്ന സമയത്തിൽ പോലും അദ്ദേഹം നോക്കിയിട്ടില്ലേ, ഇങ്ങനെ തല സാധിച്ചിരിക്കുന്നു. അദ്ദേഹം ദേവിയെ ഒന്ന് സ്തുതിച്ചിട്ടില്ലേ. സ്തുതിക്കാതെ കാരണം എന്താണ്? ദേവിയും ഞാൻ എല്ലാം കൊണ്ട് തന്നെ, എല്ലാം പരബ്രഹ്മം ആ ഭാവത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ദേവി വീണ്ടും വിഗ്രഹത്തിൽ ഐക്യമായി. പിന്നെ അദ്ദേഹം പുറപ്പെട്ടു ചെന്നു. അവ ഇക്ഷുമതി എന്ന നദീതീരത്തിൽ ഇരിക്കുമ്പോഴാണ് രഘൂകരൻ പേരുള്ള രാജാവ് അവിടെ വരുന്നു. ആ രാജാവിൻ്റെ പള്ളക്ക് ചുമക്കുന്ന ഒരാൾക്ക് വയ്യാതായപ്പോഴാണ് ജഡഭരതനെ വിളിച്ചു. അദ്ദേഹം വിചാരിച്ചു, എന്തൊക്കെ പ്രാരബ്ധമുണ്ടോ എല്ലാം അനുഭവിച്ച് തീർക്കണം. ഭീഷ്മസ്തവരാജൻ മഹാഭാരതത്തിലെ ഒരു സ്ഥിതിയുണ്ട്. അതിൽ അദ്ദേഹം പ്രാർത്ഥിക്കണം, എനിക്ക് എല്ലാ വ്യാധിയും വന്നോട്ടെ. എന്താ കാരണം? എന്തെങ്കിലും ഒരു വ്യാധി ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ അത് അനുഭവിക്കാൻ ജന്മം എടുക്കേണ്ടേ. അതുകൊണ്ട് എന്തൊക്കെ കഷ്ടങ്ങൾ കഷ്ടപ്പാടുകളുണ്ടോ എല്ലാം വന്നോട്ടെ. പല ഭക്തന്മാരുടെ കഥ നോക്കിയാൽ നമുക്ക് കാണാം, ഇത്ര നല്ല ഭക്തന്മാർക്ക് ഇത്ര സങ്കടം വേണോ, നമുക്ക് തോടിപ്പോവും. ഇങ്ങനെ പറയാൻ കാരണം അവിടെ പ്രാരബ്ധമൊക്കെ ഒറ്റ ജന്മത്തിൽ നിർത്തി ഭഗവാൻ കൊണ്ടുപോകാൻ വേണ്ടിയാണ്, അത് തീർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കഷ്ടപ്പാടുകളൊക്കെ വരാൻ കാരണം. അത്യാശ്രമി എന്നൊരു മഹാത്മാവിൻ്റെ കഥ പറയാറുണ്ട്. തൃച്ചംബരം എന്ന സ്ഥലമുണ്ടല്ലോ പയ്യന്നൂർ ഭാഗത്ത്. അവിടെ അത്യാശ്രമി സിദ്ധനാണ്, ഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ വ്യാധിയാണ്, കുഷ്ഠരോഗിയാണ്. ആ തൃച്ചംബര അമ്പലത്തിൽ ബില്വാമംഗല സ്വാമികൾ തൊഴാൻ വന്നപ്പോൾ അവിടെ കൃഷ്ണനില്ലേ. കൃഷ്ണൻ ഇവിടെ ഇല്ലല്ലോ, എവിടെയാണ് വിചാരിച്ച് അദ്ദേഹം ആലോചിക്കുമ്പോഴാണ് ബില്വാമംഗല സ്വാമി വിളിച്ച്, സ്വാമിയാരെ ഞാൻ ഇവിടെയാണെന്ന് പറയുന്നു ഭഗവാൻ. ഇവിടെയാണ് പറയുമ്പോൾ അവിടെ അത്യാശ്രമി കിടക്കുന്നു, ശരീരം മുഴുവൻ വ്യാധിയാണ്. അത് ഭഗവാൻ സ്വന്തം മടിത്തട്ടിൽ വെച്ച് ആ കുഷ്ഠരോഗത്തിന് ഉടനെ തൻ്റെ കൊണ്ടുകൊണ്ട് ശരിയാക്കി ലാളിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബില്വാമംഗല സ്വാമി ചോദിച്ചു, ഗുരുവായൂരപ്പ, ഇങ്ങനെ കുഷ്ഠരോഗം കൊടുത്തിട്ട് അതുകൊണ്ട് നേരാക്കണം, കുഷ്ഠരോഗം ഇല്ലാതാവാൻ സങ്കല്പിച്ചാൽ പോരെ. അപ്പോഴാണ് അത്യാശ്രമി അദ്ദേഹം പറഞ്ഞു, ഗുരുവായൂരപ്പൻ പറഞ്ഞു, ഇദ്ദേഹം ചോദിക്കേണ്ടേ എൻ്റെ കുഷ്ഠരോഗം മാറ്റിത്തരണേ, ചോദിച്ചാലല്ലേ എനിക്ക് മാറ്റിത്തരാൻ പറ്റുള്ളൂ, ചോദിച്ചാലേ ചെയ്യുള്ളൂ. കരയുന്ന കുട്ടിക്ക് പാല് പറയാറുണ്ടല്ലോ, അതുപോലെ ഇദ്ദേഹം ചോദിച്ചില്ലേ എൻ്റെ ഈ രോഗം മാറ്റിത്തരണേ. അപ്പോൾ അത്യാശ്രമിയോട് ബില്വാമംഗല സ്വാമികൾ ചോദിച്ചു, ഒന്നും പറഞ്ഞൂടെ ഗുരുവായൂരപ്പനോട്, ഞാൻ എന്ത് പറയാ, പ്രാരബ്ധം ഉണ്ടെങ്കിൽ അനുഭവിച്ച് തിരിക്കണ്ടേ.
അപ്പോൾ വേറെ എന്തെങ്കിലും പ്രാർത്ഥിച്ചോളൂ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, ഈ ഇലഞ്ചി മരത്തിൽ നിന്നും കായ്കൾ ആ പഴം വീഴുന്നുണ്ട് എൻ്റെ ശരീരത്തിൽ, അത് വേദനിക്കുന്നുണ്ട്, അതൊന്ന് മാറ്റിയാൽ ശരിയാവും കുറച്ച് സൗകര്യമാവും. അപ്പോൾ ഭഗവാൻ ഈ ഇലഞ്ചി മരത്തിൽ ഇന്ന് പൂക്കേണ്ട പഴം ഉണ്ടാകണം ഭഗവാൻ പറഞ്ഞു. ഇപ്പോഴും ആ ഇലഞ്ഞി മരത്ത് ഒന്ന് പഴം ഒന്നില്ലേ. അതാ കാരണം ആ ഭക്തനക്ക് വേണ്ടി വേണ്ട ഭഗവാൻ പറഞ്ഞപ്പോൾ അത് നിന്നു. ഇപ്പോൾ ചില പ്രാരബ്ധങ്ങൾ ഭക്തന്മാർ വേണ്ടാൻ പറയുന്നില്ലേ, അവർ സ്വീകരിക്കുന്നു. അതുപോലെയാണ് ഇവിടെ ജനവ്രതം. ഈ പല്ലക്ക് ചുമക്കുന്ന ഒരു പ്രാരബ്ധമുണ്ടെങ്കിൽ അതുകൂടി വിചാരിച്ചിട്ടാണ് പല്ലക്ക് ചുമന്ന് നടക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒപ്പം സാധാരണക്കാർക്ക് നടക്കാൻ പറ്റുന്നില്ലേ, ഈ പല്ലക്ക് ചുമക്കുന്ന സാധാരണക്കാരൻ. കാരണം ഇദ്ദേഹം യോഗിയാണ്. യോഗിയുടെ സ്പീഡിൽ ഒരു രോഗിയെ കൊണ്ട് നടക്കാൻ പറ്റും. പിന്നെ ഇദ്ദേഹം ഒരേ വഴി പോകുന്നില്ലേ, എങ്ങനെ തോന്നുമോ അങ്ങനെ പോകുന്നു. അപ്പോൾ ഇടയ്ക്ക് എറുമ്പുകളൊക്കെ വരേണ്ടത് കണ്ടാൽ അദ്ദേഹം ചാടി പോകുന്നു. ചവിട്ടാതെ ചാടി പോകുമ്പോൾ എന്താവും, പല്ലക്ക് ചുമന്നാൾ ഒരാളിങ്ങനെ ചാടിയാൽ എന്താവും, പല്ലക്ക് കുടുങ്ങി രാജാവിൻ്റെ തടയിൽ കിട്ടി മര്യാദയ്ക്ക് കൊണ്ടുപോകണം പറഞ്ഞു. അപ്പോൾ ബാക്കി ആൾക്കാർ പുതിയ ഒരാളെ ഇട്ടിട്ടുണ്ട്, അയാളെ ഇടയ്ക്കിടയ്ക്ക് ചാടുന്നു. രാജാവ് നോക്കി മര്യാദയ്ക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആദ്യം ഒന്ന് പേടിപ്പിച്ചു. വീണ്ടും എറുമ്പ് വന്നപ്പോൾ അദ്ദേഹം ചാടി, ഇവിടെയും ഇടിയിട്ട് ഉത്കടമായ അത്യുത്കൃഷ്ടമായ പുണ്യപാപങ്ങൾക്ക് ഇഹൈവ ഫലമസ്തി. പിന്നെ ഇവിടെ തന്നെ ഫലം. ത്രിഭിർ വർഷൈഹി ത്രിഭിർ മാസൈഹി ത്രിഭിർ പക്ഷൈഹി ത്രിഭിർ ദിനൈഹി. മിനിമം 3 വർഷം അല്ലെങ്കിൽ 3 മാസം അല്ലെങ്കിൽ 3 പക്ഷം അല്ലെങ്കിൽ 3 ദിവസങ്ങളിൽ തന്നെ ഉടൻ തന്നെ ഫലം കിട്ടും. ഇവിടെ 3 മിനിറ്റിൽ ഇവിടെ ഫലം കിട്ടും, ഉടനെ തന്നെ 3 സെക്കൻഡിൽ. അപ്പോൾ രാജാവ് മര്യാദയ്ക്ക് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ശിരസ് കൊയ്തെടുക്കും പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ശിരസ് നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ പറ്റും, അതുകൊണ്ട് എനിക്കൊരു വേദനയില്ല. എന്താ കാരണം, ശിരസ് എൻ്റെ അല്ലേ, ഞാനല്ലല്ലോ. ഇത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ, ശിരസ് ഞാൻ എൻ്റെ അല്ലേ. എൻ്റെ മുണ്ട് പറഞ്ഞാൽ മുണ്ട് വേറെ, ഞാൻ വേറെ. എൻ്റെ മൊബൈൽ പറഞ്ഞാൽ മൊബൈൽ വേറെ, ഞാൻ വേറെ. എൻ്റെ പുസ്തകം പറഞ്ഞാൽ പുസ്തകം വേറെ, ഞാൻ വേറെ. എൻ്റെ വീട് പറഞ്ഞാൽ വീട് വേറെ, ഞാൻ വേറെ. അതുപോലെ എൻ്റെ കൈ പറഞ്ഞാൽ കൈ വേറെ, ഞാൻ വേറെ. എൻ്റെ തല പറഞ്ഞാൽ തല വേറെ, ഞാൻ വേറെയാണ്. എൻ്റെ വേറെ, ഞാൻ വേറെ അല്ലേ. എൻ്റെ തലയ്ക്കാണ് വേദന, എൻ്റെ വയറക്കാണ് വിശപ്പ്. നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു പോയി എന്നാണ് ആദിശങ്കരൻ പറയുന്നത്. ഇത് എൻ്റെയായ ഈ ശരീരത്തെ ഞാനായിട്ട് നമ്മൾ ഏറ്റെടുത്തിട്ടാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത്. തലയ്ക്ക് അല്ലേ വേദന, അത് കുറച്ചിനെ വിശപ്പ് പോയിക്കോട്ടെ. വിശപ്പ് വയറക്കല്ലേ, കുറച്ചിനെ വിശപ്പ് പിന്നെ മാറിക്കോളും. ഇതൊക്കെ മഹാത്മാക്കളുടെ അനുഭവമാണ്. അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ചിന്തിക്കാനാണ്. അപ്പോൾ ഈ കഷ്ടം എനിക്കില്ലേ, എൻ്റെ ശിരസ് കൊയ്തെടുത്താൽ എനിക്കും ഒരു ദുഃഖമില്ല പറഞ്ഞപ്പോഴാണ് രാജാവ് അത്ഭുതപ്പെട്ടു. ഇയാൾ മഹാത്മാവാണ് മനസ്സിലാക്കി കാലിൽ നിന്ന് നമസ്കരിച്ചു. എനിക്കും അറിയാം ശരീരം വേറെ ആത്മാവ് വേറെ. പക്ഷേ അനുഭവത്തിൽ സുഖദുഃഖങ്ങൾ വരുമ്പോൾ, കാരണം സുഖദുഃഖങ്ങൾക്ക് മനസ്സിനാണ്, വിശപ്പ് ദാഹം പ്രാണനുക്കാണ്. ഇങ്ങനെയൊക്കെ ഓരോ ധർമ്മത്തിൻ്റെ നമ്മുടെ സ്വന്തം ധർമ്മമായിട്ട് ഏറ്റെടുത്താണ് നമ്മൾ ദുഃഖിക്കുന്നു. പക്ഷേ അനുഭവത്തിൽ വരുന്നില്ലല്ലോ. വേദാന്തം എല്ലാം പറയുന്നുണ്ട്, പറയാൻ എളുപ്പമാണ്, പല കാര്യങ്ങൾ പറയാൻ എളുപ്പമാണ്. അനുഭവത്തിൽ കൊണ്ടുനടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ അനുഭവത്തിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം ചോദിച്ചപ്പോഴാണ് ഗുരോഹോ ഹരേഹേ ചരണോപാസനാസ്ത്രഹ ജഹിംവ്യലീകം സ്വയമാത്മമോഷം. ഗുരുചരണത്തെയും ഹരിചരണത്തെയും ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷ കിട്ടുള്ളൂ, ഈ ജ്ഞാനം കിട്ടുള്ളൂ. അതേപോലെ രഘുഗണൻ അജരവർദ്ധൻ്റെ ചരണം വീണ് നമസ്കരിച്ച് അദ്ദേഹത്തെ പാദധൂളി വിനാ മഹത്വാദ രഘോഭിലേഖം, അദ്ദേഹത്തെ പാദധൂളി ശിരസിൽ സ്വീകരിച്ച് രഘുഗണൻ ജ്ഞാനിയായി മാറി. കുറച്ചു കാലം ലോകത്തിൽ സഞ്ചരിച്ച ജഡവർദ്ധൻ ഭഗവാന്റെ സ്വരൂപത്തിൽ ലയിച്ചു. ഈ കഥ കേൾക്കുന്നവർക്ക് എല്ലാവിധമായ നന്മകളും ഉണ്ടാവും പറഞ്ഞുകൊണ്ടാണ് ഈ ജഡഭരത ചരിത്രം സമർപ്പിക്കുന്നു. ശരിക്കും ജഡഭരത ചരിത്രം കേട്ടാൽ വേറൊന്നും ആഗ്രഹം തോന്നാനേ പാടില്ല. പക്ഷേ ഇവിടെ പറയുന്നു, ഇത് കേൾക്കുന്നവർക്ക് എല്ലാ ഫലവും ഉണ്ടാവും.
എയ്തം ഭാഗവതസഭാജിതാവതാത ഗുണകർമ്മണോ രാജർഷേ ഭരതസ്യാനുചരിതം സ്വസ്ത്യേനം ആയുഷ്യം ധന്യം യശസ്യം സദ്യാപൗർദ്യം വാനസനോത്യാസ്യത്യഭിനന്ദതി ച സർവായേവാശ്ച ആത്മന ആശാസ്തേന കാഞ്ചന പതയതി. സർവായേവ ആശ്ച ആത്മന ആശാസ്തേ, എല്ലാ ക്ഷേമങ്ങളും ഉണ്ടാവും. പറയാനുള്ള കാരണം മഹാത്മാക്കൾ ഭഗവാനിൽ ലയിക്കുമ്പോൾ അവരുടെ പുണ്യങ്ങളൊക്കെ ഇവിടെ തന്നെ വിട്ടുപോകും. ആ മഹാത്മാക്കളുടെ കഥ കേൾക്കുമ്പോൾ അവർ ചേർത്ത് വെച്ച പുണ്യം നമ്മൾ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് ഭഗവാന്റെ അമ്പലത്തേക്കാൾ മഹാത്മാക്കളുടെ സമാധി സ്ഥലത്ത് ചെന്ന് ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ ഒരു പ്രശ്നം വെച്ചാൽ മതി, നമുക്ക് എല്ലാ നന്മകളും ഉണ്ടാകും. തസ്മാ ആത്മജ്ഞം അഭ്യർച്ചയെ ഭൂതികാമ. വേദം തന്നെ പറയുന്നു, നിനക്ക് ഇഹലോകം, ഐഹിക സൗഖ്യം, ജ്ഞാനം ഏത് വേണമായാലും മഹാത്മാക്കളുടെ സമാധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ മതി പറഞ്ഞുകൊണ്ടാണ് ഈ ജലപദ ചരിത്രം സമർപ്പിക്കുന്നു. നമുക്ക് കുറച്ച് അധ്യായം വായിച്ചിട്ട് പിന്നെ ആചാര്യമോക്ഷം ശ്രമിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. ജയ ഗോ സദ്ഗുരുനാഥ് മഹാരാജ് കി ജയ.